Hi dear friends, ഇന്ന് നമുക്ക് ചേന ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ 1 കപ്പ് ചേന നീളത്തിൽ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ വേവിച്ചെടുക്കാം. ഞാൻ ഇവിടെ ചൂട് കട്ടിയുള്ള ഒരു പാനിലേക്ക് അരിഞ്ഞു വെച്ച ചേന മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 12 ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞതും 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കിതൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കാം. ചേന വെന്തോന്ന് നമുക്കൊന്ന് നോക്കാം. കുറച്ചുകൂടി വേകാനുണ്ട്. ഇനി നമുക്കിതൊന്നും കൂടി ഒന്ന് അടച്ചു വെക്കാം. ചേന വെന്ത് കുഴഞ്ഞു പോകരുത്. അതുകൊണ്ട് ഇടയ്ക്ക് ഈ മൂടി തുറന്നു നോക്കി ഇളക്കി കൊടുത്ത് വേവ് നോക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് ആവശ്യം കുടംപുളിയാണ്. ഒരു ചെറിയ കഷ്ണം കുടംപുളി 1 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ആ പുളിയുടെ 1/4 ഭാഗവും ആ പുളിവെള്ളവും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് നമുക്ക് 2 മിനിറ്റ് നേരം അടച്ചു വെക്കാം. അതിനുശേഷം പുളിയോ ഉപ്പോ ആവശ്യമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കുതിർക്കാൻ ഉപയോഗിച്ച ആ പുളി ഫുൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറി ലീവ്സും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അങ്ങനെ ചേന കുടംപുളി ഇട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.